നമ്മൾ രാവിലെ വന്ന് മൂഞ്ചി ഗൈസ്. വെൽക്കം ടു ബാംഗ്ലൂർ ചിക്പേട്ട് മാർക്കറ്റ്. അപ്പോൾ സമയം ഇപ്പം 4:30 അപ്പോൾ ഏകദേശം നമ്മൾ ചിക്പേട്ടിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ചിക്പേട്ട് സൺഡേ മാർക്കറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ പോയിട്ടുണ്ടായിരുന്നത്. റീൽസിലും ഷോർട്സിലും മാത്രം നമ്മൾ കണ്ട ആ ഒരു ചിക്പേട്ടിലെ സൺഡേ മാർക്കറ്റിൻ്റെ ഒരു വൈബ് നമ്മളിന്ന് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. ഏകദേശം 5 മണിയാകുമ്പോഴേക്കും ചിക്പേട്ട് ഫുൾ ആളുകളായിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയായിരുന്നു. വലിയ ബാഗൊക്കെ ആയിട്ടായിരുന്നു കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നത്. 100-200 രൂപയുടെ ഡ്രസ്സ് ത്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കുട്ടികളായിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളാണെങ്കിൽ ഒരു ബാഗ് പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് അതൊന്നും ഒരു കുഴപ്പമില്ല. അവിടെ അതിനും ബാഗ് സെല്ല് ചെയ്യാനുള്ള ചെറിയ റേറ്റിനുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഓരോരോ ആൾക്കാർ ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് കൂടി നിൽക്കുമായിരുന്നു. കാരണം എപ്പോഴായിരുന്നു ഡ്രസ്സ് പൊട്ടിച്ചിട്ട് അവർ പുറത്തേക്ക് എറിയാന്നുള്ളത് ആർക്കും അറിയത്തില്ല. ഏകദേശം ഒരു 6-6:30 ആകുമ്പോഴായിരുന്നു കച്ചവടക്കാരെല്ലാം അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് ചിക്പേട്ടിലെ സൺഡേ മാർക്കറ്റ്. നമ്മൾ ഏകദേശം 1000-1500 കൊടുത്തിട്ട് വാങ്ങുന്ന സാധനങ്ങൾ വെറും 300-200 രൂപക്കായിരുന്നു നമ്മൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം സെറ്റാക്കി കച്ചവടക്കാർ അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ സ്വെറ്റേഴ്സും ജാക്കറ്റ്സൊക്കെ വെറും 200 രൂപയ്ക്കായിരുന്നു അവിടെ സെല് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 1-2 ഞങ്ങളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫ്രഷ് പീസാണ്. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. അത്രയും നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ വെറും 200 രൂപയ്ക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല. നമ്മൾ പുറത്തു നിന്ന് 2000 രൂപയും അതിൽ കൂടുതലും കൊടുത്തിട്ട് വാങ്ങുന്നത് സെയിം സാധനം നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും. അങ്ങനെ 250 പറഞ്ഞ ജീൻസ് നമ്മൾ 2-3 സൈസ് അനുസരിച്ചിട്ട് കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ സാധനങ്ങൾ, ടോപ്പ്, മേക്കപ്പ് ഐറ്റംസ്, അങ്ങനെ കുറേ ബാഗ്സ്, ചപ്പിൾസ്, ഷൂസ്, പിന്നെ കുറേ ഓൾഡ് കോയിൻസ്, ഫോൺസ്, ക്യാമറാസ്, ഇയർപോഡ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് കാര്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസും ഞാൻ വാങ്ങിയ സാധനങ്ങളും കറക്റ്റ് ലൊക്കേഷൻസ് എല്ലാം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായി.